ഇന്നൊരു മാങ്ങാച്ചാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അച്ചാറിന് എത്ര പേരുകളാണല്ലേ? കേരളത്തിൽ ഉപ്പേരി എന്ന് പറയാറുണ്ട്, അച്ചാർ എന്ന് പറയാറുണ്ട്, വേറെ എന്തൊക്കെയാണ്? നമുക്ക് ഓഫീസിൽ നിന്ന് തോത്താപ്പൂരി മാംഗോ കിട്ടിയായിരുന്നു, നല്ല പച്ച മാങ്ങ. അതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം പഴുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണണമെങ്കിൽ നിങ്ങളതെടുത്ത് കാണാം. സോ നമ്മൾ ആദ്യം മാങ്ങ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറമേയുള്ള വെള്ളമൊക്കെ ഒരു തുണി കൊണ്ട് നന്നായിട്ട്, തുണിയോ ടിഷ്യൂ പേപ്പറോ കൊണ്ട് നന്നായി തുടച്ച് കളയാം. എന്നിട്ട് ഇതുപോലെ സ്മോൾ പീസസ് ആക്കി എടുത്തു കേട്ടോ. ഇങ്ങനെ നീളത്തിൽ മുറിക്കുമ്പോൾ എനിക്ക് നമ്മൾ കടകളിലൊക്കെ ഉപ്പിലിട്ട മാങ്ങയില്ലേ, അതാണ് ഓർമ്മ വന്നത്. ഞാൻ ഇതിനിടയിൽ കുറേ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ഇത്തിരി പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഈ പച്ച മാങ്ങ മാത്രമേ ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടി എടുത്തുള്ളൂ. ഇനി നമുക്ക് അച്ചാറിലിടാൻ വേണ്ടിയിട്ട് കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുക്കാം. അതിന് ഞാനൊരു 3 ടീസ്പൂണ് കടുകും 1 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോയത് കഴിക്കും. എന്നിട്ട് അത് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോഴേക്ക് ഭയങ്കര ഫൈൻ പൗഡർ ആണെന്നില്ല, എന്നാൽ ഫുള്ള് കോസായിട്ടിരിക്കാനും പാടില്ല. ഒരു ഭയങ്കര പൊടിയുമല്ല, എന്നാൽ ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കാത്ത പോലെ പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗാർലിക് പൗഡറാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കുറച്ച് ഭയങ്കര ഗ്രേവി ആയിട്ടുള്ള പിക്കിളല്ല, അത്യാവശ്യം ഗ്രേവിയും മാങ്ങ നല്ലോണം കിട്ടുന്ന രീതിക്കുള്ള ഒരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ, പിന്നെ സൺഫ്ലവർ ഓയിൽ, നല്ലെണ്ണ, ഈ 3 എണ്ണ നമ്മൾ ഒരേ രീതിക്ക് ഒരേ അളവിൽ ചേർത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയും എണ്ണ തന്നെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒക്കെ എടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ തീ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നല്ല തിളച്ച് നിൽക്കുകയാണല്ലോ എണ്ണ. അതൊന്ന് പോയി കഴിയുമ്പോൾ, ആ തിള ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 3 ടേബിൾ സ്പൂണ് കശ്മീരി മുളകും എരിവുള്ള മുളക് പൊടിയും ചേർത്ത് പൊടിച്ച പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കായപ്പൊടിയാണ്. കായം നമുക്ക് മുഴുവൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അത് അലിയിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്. നമുക്ക് ഗാർലിക് പൗഡർ വേണമെങ്കിൽ പൗഡറായിട്ട് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. പച്ചമുളകും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടില്ല, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തും വെച്ചിട്ടില്ല. ഈ ഒരു കൂട്ടിനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മിക്സ് ചെയ്ത ശേഷം ഞാൻ നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലോട്ട് വിനെഗർ ഒഴിച്ചു. ഇപ്പോൾ ഒരു മീഡിയം ചൂടേ ഉള്ളൂ കേട്ടോ ഇതിന്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വിനെഗറും ഇതൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് ഇത്തിരി തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ ഈ തോത്താപ്പുരി മാംഗോ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിക്കിളിടുന്നത്. തോത്താപ്പുരി മാംഗോ എന്ന് വെച്ചെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ ആണ്. അപ്പം നമ്മളിത് കുറേ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനെ ഇതായി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അലിഞ്ഞു പോവും മാംഗോ. ക്രിസ്പിനെസ്സും ഒരു കഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകത്തില്ല. സോ ഞാൻ ഉപ്പിൽ ഇടാണ്ട് ഇങ്ങനെ ഈ മസാലയിൽ ഉപ്പൊക്കെ ചേർത്തുണ്ടാക്കിയിട്ട് മാങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കും. സോ ഇപ്പം നമുക്കിനി ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ മാങ്ങയും ചേർത്ത് നന്നായിട്ട് ലൈറ്റൊരു ചൂടാട്ടുള്ള, ഭയങ്കര ചൂടല്ല, മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. ഞാൻ ഭയങ്കര ഗ്രേവിയുള്ള പോലെ ചെയ്തിട്ടില്ല. അത്യാവശ്യം മാങ്ങ കഴിക്കാൻ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റാണല്ലോ തോത്താപ്പുരി മാംഗോ. നിങ്ങൾക്ക് ഗ്രേവി അത്യാവശ്യം കൂടുതൽ വേണം, ഗ്രേവിയിൽ ഇങ്ങനെ ഇമ്മേഴ്സായി കിടക്കണം മാംഗോസ് എന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുക, അല്ലെങ്കിൽ മാങ്ങൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെക്കാത്ത മാംഗോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മാങ്ങയുള്ള വെള്ളം ഇതിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേവി ആവും കേട്ടോ, ഗ്രേവി ഇറങ്ങി വരും. അപ്പം നമുക്കിതിന് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് കുറച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 2-3 മാസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉപ്പിലൊന്നും ഇട്ട് വെച്ചതല്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല ഇതിന്. ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ.